ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഷുവറായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് നീഡ് എനി സ്പേസ് ടു ഓക്യുപ്പൈ? സ്പേസ് ആവശ്യമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ വുഡൻ ബ്ലോക്ക്, ബി എയർ, സി ലൈറ്റ്, ഡി കെറോസിൻ. ആൻസർ സി ലൈറ്റ്. ലൈറ്റിന് സ്പേസ് ആവശ്യമില്ല. മാച്ച് ദ ഫോളോയിങ് എലിമെൻറ്റ്സ്. സിമ്പിൾ തന്നിട്ടുണ്ട്. സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, കോപ്പർ. ഇതിൻ്റെ സിമ്പിളാണ് എഴുതേണ്ടത്. സോഡിയം സി, സോഡിയം Na, കാൽസ്യം ഡി സി എ, പൊട്ടാസ്യം കെ, കോപ്പർ Cu. അതായത് കറക്റ്റ് മാച്ച് സി ആണുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. സ്റ്റേറ്റ്മെൻറ്റ് 1: blackening of silver nitrate kept open is a photochemical reaction. Statement 2: light energy is observed in this reaction. ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are correct and second statement is the correct explanation of first statement. What is exothermic reaction and endothermic reaction? Give some examples. ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ്, ലിബറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എക്സോതേർമിക് റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. അതേസമയം ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഹീറ്റ് ആ കെമിക്കൽ റിയാക്ഷനിൽ അബ്സോർബ് ചെയ്യുക, അതായത് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനാണ് എൻഡോതേർമിക് റിയാക്ഷൻ. ഇഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, such reactions are known as exothermic. അതായത് കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സോതെർമിക്. ഇഫ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ് റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിൻ്റെ റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതായത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള പ്രവർത്തനം വഴി ഉണ്ടാകുന്ന എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ എന്താണ്? ഡീകോമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതുപോലെ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബെറിയം ഹൈഡ്രോക്സൈഡ്.